നമുക്ക് ഇന്ന് മൈഗ്രെയിനെ പറ്റി സംസാരിക്കാം. നമ്മുടെ നാട്ടിലൊക്കെ കോമൺ ആയിട്ട് ചെന്നിക്കുത്ത് എന്ന് പറയും. മൈഗ്രെയിൻ എന്നുള്ള അപകടകാരിയാണോ, മൈഗ്രെയിൻ തന്നെയാണെന്ന് വെച്ച് നമ്മൾ വേറെ എന്തെങ്കിലും തലവേദന വരുമ്പോൾ അത് മൈഗ്രെയിൻ ആണെന്ന് വെച്ച് നമ്മൾ ശ്രദ്ധിക്കാതെ കളയുമോ, അങ്ങനെ ചെയ്താൽ നമുക്ക് പ്രശ്നമാവുമോ, ഇങ്ങനത്തെ കാര്യങ്ങളെപ്പറ്റി നമുക്കിന്ന് സംസാരിക്കാം. മൈഗ്രെയിൻ എന്ന് പറയുന്നതിൻ്റെ അസുഖത്തിൻ്റെ സാധാരണ ലക്ഷണമായിട്ട് നമ്മൾ പറയാറ് എപ്പിസോഡിക് ഹെഡേക്ക്, അതായത് വല്ലപ്പോഴും ഉണ്ടാകുന്ന തലവേദനകൾ. ആ തലവേദന യൂഷ്വലി മണിക്കൂറുകൾ ലാസ്റ്റ് ചെയ്യാം. അതിൻ്റെ കോമൺ ആയിട്ടുള്ള വരാനുള്ള കാരണം, അതായത് പ്രസിപ്പിറ്റൻസ് എന്ന് പറയുന്നത് പലവർക്കും പലത് ആണ്. കോമൺ ആയിട്ട് കാണുന്നത് ചിലപ്പോൾ ഭക്ഷണം ഒഴിവാക്കിയതാവാം, ഉറക്കം കുറയുന്നതാവാം, യാത്രയാവാം, ചിലവർക്ക് ചില മണങ്ങളാവാം. ഓരോ ആൾക്കാർക്കും ചിലപ്പം വേറെ പ്രസിപ്പിറ്റൻസ് ആവാം മൈഗ്രെയിന് വരുന്നത്. മൈഗ്രെയിൻ്റെ കോമൺ ഫീച്ചേഴ്സായിട്ട് ഒരു പ്രസിപ്പിറ്റൻറ്റിന് കൂടെ വന്നു കഴിയുമ്പോൾ ഒരു മണിക്കൂറുകൾ ലാസ്റ്റ് ചെയ്യുന്ന തലവേദന, അടുത്ത ദിവസം രാവിലെ ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്ക് പേഷ്യൻറ്റിന് കുറേ ഉന്മേഷം ഉണ്ടാവും. പക്ഷേ ഈ തലവേദന വരുന്ന ആ സമയത്ത് പേഷ്യൻറ്റിന് ചിലപ്പോൾ അമിതമായ ഛർദി, ഓക്കാനങ്ങൾ തുടങ്ങിയ സിംറ്റംസ് ഉണ്ടാവാം. ചില ആൾക്കാർക്ക് മൈഗ്രെയിനിന് കൂടെ ഓറ എന്നുള്ളൊരു അവസ്ഥയുണ്ടാവാം. അതായത് നോർമലായിട്ട് മൈഗ്രെയിൻ രണ്ട് വിധേനയാണുള്ളത്, മൈഗ്രെയിൻ വിത്ത് ഓറ ആൻഡ് വിത്തൗട്ട് ഓറ. വിത്ത് ഓറ എന്ന് പറയുമ്പോൾ തലവേദനയുടെ കൂടെ കാഴ്ച സംബന്ധമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ, ഇപ്പോൾ കണ്ണിൽ ഫ്ലാഷസ് ഓഫ് ലൈറ്റ് ആവാം, കാഴ്ചയിൽ മങ്ങലാവാം, അങ്ങനത്തെ പല സിംറ്റംസും ഈ മൈഗ്രെയിൻ്റെ കൂടെ വരാം. ചില ആൾക്കാർക്ക് വല്ലപ്പോഴും വർഷത്തിലൊരിക്കലോ അല്ലെങ്കിൽ 2-6 മാസം കൂടുമ്പോൾ ഒരിക്കലോ അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ നമ്മൾ കുഴപ്പമില്ല, തലവേദന വരാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു കഴിയുക. അല്ലെങ്കിൽ തലവേദന വരുന്ന സമയത്ത് നമ്മൾ ഒരു വേദന സംഹാരി എടുത്താൽ ആ തലവേദന സെറ്റിലാവും. പക്ഷേ ചില ആൾക്കാരുണ്ട് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള പ്രസിപ്പിറ്റൻസ് ഒന്നും ഇല്ലാതെ തന്നെ, അതായത് വരാനുള്ള ഒരു കാര്യമായിട്ട് ഇല്ലാതെ തന്നെ ഈ മൈഗ്രെയിൻ വേദന നമുക്ക് വളരെയധികം ഒരു മാസത്തിൽ ഒരു 5-10 തവണ വരുവാണെങ്കിൽ നമ്മൾ ഈ വേദന സംഹാരികൾ എടുക്കുന്നത് ഒഴിവാക്കേണ്ടതാണ്. കാരണം വേദന സംഹാരികൾ എടുത്ത് ഓവറായിട്ട് ഉപയോഗിച്ചാൽ തന്നെ അത് തന്നെ തലവേദനയുടെ കാരണമായിട്ട് മാറാറുണ്ട്. അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് തലവേദന വരാതിരിക്കാനുള്ള മരുന്നുകൾ, അതിന് മൈഗ്രെയിൻ പ്രൊഫലാക്സിസ് പറയും. നമ്മൾ ഒരു അസുഖം വരാതിരിക്കാനുള്ള മരുന്നുകൾ എടുക്കുന്നത്, മൈഗ്രെയിൻ വരാതിരിക്കാനുള്ള മരുന്നുകൾ എടുക്കുന്നത് അനിവാര്യമാണ്. അത് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ മൈഗ്രെയിൻ തന്നെ ക്രോണിക് മൈഗ്രെയിനിലേക്ക് പോകാനും, മെഡിക്കേഷൻ ഓവർ യൂസ് ഹെഡേക്ക് എന്ന് പറഞ്ഞൊരു അവസ്ഥയുണ്ട്. അത് വേറെ മെഡിക്കേഷൻസ് ഓവർ യൂസ് ചെയ്തിട്ടുള്ള തലവേദന, അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് പോകാനുള്ള റിസ്ക് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു തലവേദന വരുമ്പോൾ അത് മൈഗ്രെയിൻ തന്നെയാണോ എന്ന് ആദ്യം മനസ്സിലാക്കുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം മൈഗ്രെയിന് നമുക്ക് പ്രതിവിധിയുണ്ട്, വന്നാലുള്ള ചികിത്സയുണ്ട്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ചികിത്സിച്ചില്ലെങ്കിൽ മൈഗ്രെയിൻ നമുക്കൊരു മാറാത്തൊരു അസുഖമായിട്ട് മാറാനുള്ള ഒരു റിസ്ക് ഉണ്ട്. നമ്മൾ കറക്റ്റായിട്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് മൈഗ്രെയിൻ്റെ പ്രതിവിധി ചെയ്ത് കഴിയുകയാണെങ്കിൽ മൈഗ്രെയിൻ നമുക്ക് ഒരു പരിധിവരെ കൺട്രോൾ ചെയ്ത് നിൽക്കാൻ പറ്റുന്നൊരു അസുഖമാണ്.